ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നെല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്നൊരു സ്പെഷ്യൽ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ അമ്പഴങ്ങയാണ്. അതിന് ഞാൻ ചെറുങ്ങനെ ഇങ്ങനെ കൊത്തി കൊത്തി എടുത്തിട്ട് ഇച്ചിരി മുറ്റിയതാണ് എങ്കിൽ കുഴപ്പമില്ല. ഇച്ചിരി ഇങ്ങനെ കൊത്തി കൊത്തി കീറി എടുത്തിട്ട് ഉപ്പിലിട്ട് ഞാൻ വയ്ക്കാൻ പോവുകയാണ്. ഒരു ദിവസം വെച്ചേക്കാണ്. പിറ്റേന്ന് അന്നൊക്കെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ നമുക്കത് കറക്റ്റ് അതിൻ്റെ ടെക്സ്ചർ കിട്ടണമെങ്കിൽ നമ്മൾ ഒരു ദിവസമെങ്കിലും അത് ഉപ്പിലിട്ട് വെച്ചേക്കണം. അത് കഴിഞ്ഞത് നമ്മൾ ചെയ്യുന്നതാണ് നല്ലത്. എങ്കിലേ ആ കടുകടുപ്പും ആ ഫ്രഷ്നെസ്സൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ 2 കുപ്പിയിലാക്കി ഉപ്പിട്ട് വെച്ചു. 1 വെള്ള ആയിട്ട് തന്നെ എടുക്കാനാണ്. പിള്ളേർക്ക് വെറുതെ കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രത്യേകം ഇട്ടതാണ്. ഒരെണ്ണം കറിക്ക് വേണ്ടിയിട്ടാണ്. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ നിന്നിട്ട് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പെട്ടെന്ന് അപ്പോഴേ പൂപ്പൽ വരത്തില്ല. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചേക്കാം. പിറ്റേ ദിവസം നമുക്ക് കറി ഉണ്ടാക്കാം. ഇന്നിപ്പോൾ ഇട്ട് വെച്ചാൽ നമുക്ക് നാളെ കറി ഉണ്ടാക്കാം. അടച്ച് നല്ല ഭദ്രമാക്കി മാറ്റി വെച്ചു. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അമ്പഴങ്ങ അച്ചാർ? ഇത് ഞാനിപ്പോൾ പിറ്റേ ദിവസം എടുക്കുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അന്ന് ചെയ്യാൻ പറ്റിയില്ല. ഞാനൊരു 3ാമത്തെ ദിവസമാണ് ഇതെടുത്തത്. അപ്പോൾ ഈ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് മാറ്റി വെച്ചു. എന്നിട്ട് ഇത് മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. അതിന് ഞാൻ കുറച്ച് വെളുത്തുള്ളി വേണമെന്നില്ല കേട്ടോ, വെളുത്തുള്ളി വേണമെന്നില്ല എങ്കിലും ഞാനത് എടുത്തു. പക്ഷെ ഞാനത് വഴറ്റിയൊന്നും എടുക്കത്തില്ല, വെറുതെ അതിലിടത്തേ ഉള്ളേ. സാധാരണ നമ്മൾ അച്ചാറിന് വഴറ്റി എടുക്കത്തില്ലേ, അതുപോലെയൊന്നും എടുക്കത്തില്ല. ഞാൻ നല്ലെണ്ണയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. എങ്കിലേ ടേസ്റ്റ് കൂടത്തുള്ളൂ. കുറച്ച് മതി, കുറച്ച് സാധനമല്ലേ ഉള്ളൂ. കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടുമ്പോഴത്തേനും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇച്ചിരി കറിവേപ്പ് മാത്രം ഇട്ട് കൊടുത്തു. ഞാൻ വറ്റൽ മുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഒരു 2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാം, പക്ഷേ ഈ അച്ചാറിന് കുറച്ച് കൂടുതൽ വേണം. ഇത് ഞാൻ ഊറ്റി വെച്ചിരുന്ന ഉപ്പ് വെള്ളമാണ്. അച്ചാറിൻ്റെ ഇത് ഊറ്റി വെച്ചില്ലേ, അതിൻ്റെ വെള്ളമാണേ. അത് പൊട്ടി ഗ്യാസ് മൊത്തം തെറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊടികളിട്ട് കൊടുക്കാവേ. മുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ചിട്ട്, ഞാനിതിപ്പോൾ കാശ്മീരി ഒന്നുമല്ല, നല്ല സാധാ ഒറിജിനൽ മുളക് പൊടിയാണ് ഇടുന്നത്. ഞാനിവിടെ ഇപ്പോൾ ഒരു 3 സ്പൂൺ വരെ ഇട്ടിട്ടുണ്ട്. നല്ല എരിവ് ഇതിന് നല്ലതാണ് കേട്ടോ. ഇച്ചിരി പുളിയും കൂടെയൊക്കെ ഉള്ളത് കൊണ്ട് നല്ലതാണ് എരിവിരിക്കുന്നത്. എരിവ് ഇഷ്ടമുള്ളവർക്ക്, അല്ലാത്തവർക്ക് കുഴപ്പമില്ല. അപ്പോൾ നല്ലവണ്ണം ഒന്ന് നമ്മൾ ഇതാക്കി എടുത്തൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അരപ്പിന് ഉപ്പ് വേണമല്ലോ. ആ വെള്ളം ഞാൻ നേരത്തെ കുറച്ചല്ലേ ഇട്ടിരുന്നുള്ളൂ. അതിൽ കുറച്ച് വിനാഗിരി ഈ അരപ്പൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെളുത്തുള്ളി അങ്ങ് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പച്ചയ്ക്ക് തന്നെ ഞാൻ ഇങ്ങോട്ട് കൊടുത്തു. ഞാൻ വഴട്ടാനൊന്നും നിന്നില്ല. വഴട്ടുമ്പോൾ അതിന് വേറെ ഒരു സ്മെല്ല് വരത്തില്ലേ, അത് ഈ അച്ചാറിന് അത്ര ഇതല്ല. ശരിക്കും വെളുത്തുള്ളി ചേർക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ പക്ഷേ അത് ചേർത്തെന്നേ ഉള്ളൂ, എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ചേർത്തതാണ്. പച്ചയ്ക്ക് തന്നെ ഞാൻ ഈ അരപ്പിൽ കൂടി തന്നെ ഈ തിളയ്ക്കുന്നതിൽ കൂടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് കുറുകി വരണം. ഈ കായപ്പൊടി കുറച്ചല്ല, കായപ്പൊടി അധികം കായപ്പൊടി ഇതിന് ചേരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതിന് എല്ലാം നമ്മളുടെ ഒരു വായ്ക്ക് രുചിയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് എല്ലാം നിങ്ങൾക്ക് ചേർക്കുക. എരിവായാലും ഉപ്പായാലും പിന്നെ ഉലുവപ്പൊടി ആയാലും എന്തായാലും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അച്ചാറിന് ഇതെല്ലാ ഐറ്റങ്ങളും ഇച്ചിരി മികച്ച് നിന്നാലേ കൊള്ളാവും. അപ്പോൾ നല്ല കുറുകി അരപ്പ് വന്നതിന് ശേഷം മാത്രം, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അമ്പഴങ്ങ ഇട്ടു ആ ചെറിയ ചൂടിൽ അമ്പഴങ്ങ ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ പെട്ടെന്ന് വെന്തു പോകുന്ന സാധനമാണ് അമ്പഴങ്ങ. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ നമ്മളിട്ട് കൊടുക്കുക. ആ ഒരു ചെറിയ ചൂട് വേണം, എന്താ വെച്ചാൽ അതിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എരിവൊക്കെ പിടിക്കണമല്ലോ. നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് നമ്മുടെ അമ്പഴങ്ങ അച്ചാർ. ഇപ്പോൾ ഹൈബ്രിഡിൻ്റെ തൈകൾ എല്ലാ സ്ഥലത്തും വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ഇത് നമുക്ക് കിട്ടിയത് തൊട്ടപ്പുറത്തെ വിളയിൽ തന്നെയുള്ള ഒരു
ആൾ നട്ടിരുന്നതാണ്. അവർ പറിക്കാറൊന്നുമില്ല, നമ്മളും എടുത്ത് പറിക്കാറൊന്നുമില്ല. ജസ്റ്റ് ഞാൻ കതക് തുറന്നിറങ്ങിയപ്പോൾ കുറേ പറിച്ച് മതിലിൻ്റെ പുറത്ത് വെച്ചിരുന്നു. അതിനെ ഞാൻ എടുത്ത് ചെയ്യുന്നതാണ്. നമ്മൾ ചോദിക്കാറൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് കറിവേപ്പും കൂടെ ഞാൻ ഊരിയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പച്ച മണം വരാൻ വേണ്ടി മാത്രം. ഭയങ്കര ടേസ്റ്റി കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അമ്പഴങ്ങയുടെ ടേസ്റ്റ്. ഇപ്പോഴും നല്ല കടുപടാന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഉപ്പിലൊരു ദിവസം ഇട്ട് വെച്ചേക്കുന്നത്, ഉപ്പ് വെള്ളത്തിൽ. അതല്ലെങ്കിൽ ഒന്ന് വാടി തളർന്ന പോലെ ഇരിക്കും അത്.